കൊല്ലത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര മേഖലയാണ് മൺട്രോത്തുരുത്ത്. നമ്മളേവരെയും ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മൺട്രോത്തുരുത്ത്. നമ്മൾ ഒരിക്കലെങ്കിലും അവിടെ പോവുകയും വേണം. പക്ഷേ അവിടെ ആവശ്യത്തിന് സൗകര്യങ്ങളില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. ദിനംപ്രതി ഞാൻ പറഞ്ഞതുപോലെ നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. പ്രദേശത്ത് പക്ഷേ ശുചിമുറി സംവിധാനം പോലും ഇല്ല എന്നതാണ് അവസ്ഥ. ഈ വേനലവധി ആയതോടെ നമുക്കറിയാം പലരും യാത്രയൊക്കെ ചെയ്ത് അവിടെ എത്തുന്നു, സ്ഥലം കാണാനായി അവിടെ എത്തുന്നു. അപ്പോഴെങ്കിലും ഈ പരിഹാരം കാണണം എന്ന ആവശ്യമാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. പലരും പക്ഷേ ഇത്തരത്തിൽ ശുചിമുറി പോലും ഇല്ലാത്തത് കൊണ്ട് നിരാശരായി മടങ്ങിപ്പോകുന്ന അവസ്ഥയും ഉണ്ടെന്നാണ് പറയുന്നത്. ദിലീപ് ദേവസിയുണ്ട്. ദിലീപ്, മൺട്രോത്തുരുത്ത് ഏറെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. ദിലീപ് ഒരു ഊഞ്ഞാലിലൊക്കെ അവിടെ ഇരിക്കുന്നത് എനിക്ക് കാണാം. അവിടെ എൻജോയ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടുമില്ല എന്നൊരു പരാതിയാണ് വരുന്നതെന്ന് തോന്നുന്നു, അല്ലേ? വിനീത, ഞാൻ അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഊഞ്ഞാലിലിരുന്നത്. ഈ ഊഞ്ഞാല് ഇവിടുത്തെ നാട്ടുകാർ കെട്ടിയ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി നാട്ടുകാർ കെട്ടിയതാണ്. ഇത് DTPC കെട്ടിയതൊന്നുമല്ല. നിരവധി ടൂറിസ്റ്റുകളാണ് ഈ മൺട്രോത്തുരുത്തിലേക്ക് എത്തുന്നത്. അതായത് ദിവസേന തന്നെ 100-500 അടക്കം ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് മൺട്രോത്തുരുത്ത്. ഇവിടെ ഈ മൺട്രോത്തുരുത്തിലെ വിനോദസഞ്ചാരികൾ എത്തുന്നതോടുകൂടി തന്നെ ഇവിടെയുള്ള 1000 കുടുംബങ്ങൾക്കാണ് ഉപജീവനമായി പണം ലഭിക്കുന്നത്. പക്ഷേ ഇവിടെ ആവശ്യത്തിന് ഒരു ടോയ്ലറ്റ് സൗകര്യം പോലും ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സങ്കടം. പക്ഷേ നാട്ടുകാരാകട്ടെ അവരുടെ പണമെടുത്ത് നാട്ടുകാരുടെ പൈസ കൊണ്ട് തന്നെ ഇവിടെ ശുചിമുറി കെട്ടിക്കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്ത ചേട്ടാ, ഇവിടെ എങ്ങനെയാണ് ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട് ഇപ്പോൾ? ഇപ്പോൾ എത്തുന്നുണ്ട്. ഒഴിവ് ദിവസങ്ങളിലാണ് കൂടുതലായിട്ട് വരുന്നത്. എന്തൊക്കെയാ പോരായ്മ എന്ന് പറയുന്നത് ഇവിടെ ഒരു പാർക്ക് വേണം. ഇത് വരുന്ന കൊച്ചുങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളില്ല. അവരിവിടെ ഒരു ദിവസം കഴിച്ചു കൂട്ടാൻ വേണ്ടിയാണ് വരുന്നത്. അത് ഇവിടെ വരുമ്പോൾ ഈ വള്ളയാത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഐറ്റവും ഇല്ല. വള്ളത്തെ പോയിട്ട് പിന്നെ അവർ ചോദിക്കുന്നത് കാണാനെന്തുണ്ട്? ഇവിടെ കാണാനൊന്നുമില്ല. ടൂറിസ്റ്റ് മേഖലയാണ്, പക്ഷേ സർക്കാർ അതിനു വേണ്ടി ഒരു പൈസയും ചിലവാക്കുന്നില്ല ഇവിടുത്തെ മൺട്രോത്തുരത്തിന് വേണ്ടി. അല്ല, ഈ ബസ് വളവാണ് മെയിൻ പോയിന്റ് ടൂറിസ്റ്റ് മേഖലയുടെ. ബോട്ടിംഗ് ഒക്കെ നടത്തുമ്പോൾ എത്ര ബോട്ടിൻ്റെ ആൾക്കാർ? അത് ഇവിടെ 60 തൊഴിലാളികളാണ്, 60 വള്ളമാണ് ഇവിടെ. അത് 4 യൂണിയനായിട്ടാണ്. ഇവിടെ ആളുകളൊക്കെ എത്താറുണ്ട്. അവരെയൊക്കെ നമ്മൾ നല്ല രീതിയിലാണ് കൈകാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഇവിടെ ഒരു 50-60 തൊഴിലാളികളുണ്ട് നമ്മുടെ ഈ ഒരു സെൻട്രൽ പോയിന്റിൽ. എസ് വള്ളം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അതേപോലെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വള്ളത്തിലോട്ട് കയറാൻ വേണ്ടി വള്ളം അടുപ്പിക്കാനുള്ള ഒരു നല്ല കടവില്ല. പിന്നെ ഇപ്പം തന്നെ വേലിയേറ്റത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. റോഡൊക്കെ മുങ്ങിക്കിടക്കുവാണ്. അപ്പോൾ ഈ റോഡൊക്കെ ഒന്ന് പുതുക്കി പണിത് കഴിഞ്ഞാൽ കുറച്ച് സഞ്ചാരികൾക്കൊക്കെ അങ്ങോട്ടൊക്കെ പോയി നിൽക്കുകയും കാണിയെടുക്കുകയൊക്കെ ചെയ്യും. വന്നാൽ ഇരിക്കാനോ അല്ലെങ്കിൽ ശുചിമുറി അങ്ങനെ സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇരിക്കാൻ കുറച്ച് ചെയറൊക്കെ ഞങ്ങൾ മറ്റുള്ള ചില റിസോർട്ടുകളും ഹോം സ്റ്റേകളിലൊക്കെ അവർ കുറച്ച് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അത് വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. ഇനി കൂടുതലായിട്ടുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ സഞ്ചാരികൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെ തങ്ങാനുള്ള ഒരു സംവിധാനം ഉണ്ടാകത്തുള്ളൂ. ശുചിമുറി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം ഇല്ലായിരുന്നു. അപ്പം വരുന്ന സഞ്ചാരികളുടെ പരാതി മുഖേന ഞങ്ങൾ ഈ 60 തൊഴിലാളികൾ പൈസ ഇട്ട് ഞങ്ങളൊരു ശുചിമുറി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു താൽക്കാലിക ശുചിമുറി ഉണ്ടാക്കിയിട്ടുണ്ട്. ദിവസം ഏകദേശം എത്രത്തോളം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്? ഇപ്പം നമുക്കിപ്പം ഈ എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു സീസണാണ്. ഇപ്പം ഇവിടെ ഏകദേശം നമുക്കിവിടെ ഒരു 50, 100, 150 ആൾക്കാർ വരേണ്ടതാണ്. ഞായറാഴ്ചയിൽ ഒരു 10, 150, 200 വരുന്നതാണ്. അല്ലാതുള്ള വർക്കിംഗ് ഡേയിൽ ഒരു 30, 40 അതിന് മേളിൽ ഉണ്ടാവും. കൂടുതലും വരിക മലയാളീസാണോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ളവരാണോ? കേരളത്തിന് പുറത്തുള്ളവരും ഉണ്ട്, മലയാളീസും ഉണ്ട്. ഇത് ടൂറിസം ഭൂപടത്തിലുള്ള ഒരു സ്ഥലമാണ് മൺട്രോത്തുരുത്ത് എന്ന് പറയുന്ന വിനോദസഞ്ചാര മേഖലയിൽ അറിയപ്പെടുന്ന സ്ഥലമാണ്. പക്ഷേ വേണ്ടത്ര ഒരു നോട്ടം ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല. ഒന്നുമില്ല. സർക്കാരിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരു സഹായങ്ങളും കിട്ടിയിട്ടില്ല. ഇത് ഒന്നും കൂടെ എക്സ്പോസ് ചെയ്ത് കാണിക്കാനുണ്ട്. പിന്നെ ഒരുപാട് ഇഷ്ടം പോലെ നല്ല ടൂറിസത്തിന് ഏറ്റവും പറ്റിയ ഏരിയ കിടക്കുന്നത് ഇവിടെ. ടൂറിസത്തിന് ജനങ്ങൾക്ക് ആർക്ക് വന്നാലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംവിധാനം എല്ലാം ഉണ്ട്. പക്ഷേ അതിന് നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇക്കാര്യം മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. എന്തൊക്കെയാണ് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ആദ്യം പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം നമുക്ക് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ശരി വിനീത, അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇവിടെ മൺട്രോത്തുരുത്തിൽ വേണമെന്നുള്ളതാണ് പറയുന്നത്. അതായത് ഏറ്റവും മനോഹരമായ, നേരത്തെ വിനീത പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മൺട്രോത്തുരുത്ത് ഒന്ന് സന്ദർശിക്കേണ്ടതുണ്ട്. അത്ര മനോഹരമായ സ്ഥലമാണ്. കയാക്കിംഗ് ഉണ്ട്, വള്ളങ്ങളുണ്ട്, ഹൗസ് ബോട്ടുകളുണ്ട്, ചെറിയ വള്ളങ്ങളുണ്ട്. ഈ തുരുത്തിൻ്റെ ഉള്ളിൽ കൂടെ അതായത് ഈ കണ്ടൽക്കാടുകളുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒരു യാത്രയുണ്ട്, വളരെ മനോഹരമായ യാത്ര. തിരിച്ചിവിടെ എത്തുമ്പോൾ ഈ നാട്ടുകാരുണ്ടാക്കുന്ന നാടൻ വിഭവങ്ങൾ കഴിക്കാവുന്ന നല്ല മീൻകറി ഇട്ട കപ്പ
കപ്പയും മീൻകറിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ടൂറിസം പ്ലേസ് ആണ്. പക്ഷേ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നുള്ളൊരു ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് പറയാനുള്ളത്. ശരി ദിലീപ്, ഏതായാലും കൺകുളിർക്കുന്ന കാഴ്ച ഈ വൈകുന്നേരം കാണിച്ചു തന്നതിന് വളരെയധികം സന്തോഷം. പക്ഷേ മൺട്രോ തുരുത്തിലെ ആളുകളുടെ ആവശ്യം അംഗീകരിച്ചേ മതിയാകുള്ളൂ. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ശുചിമുറി പോലും ഇല്ലാത്ത സാഹചര്യമാണ്. അവിടുത്തെ തൊഴിലാളികളാണ് ഈ യാത്രക്കാർക്ക് വേണ്ടി, വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഒരു ശുചിമുറി ഉണ്ടാക്കിയതെന്ന് പറയുമ്പോഴുള്ള അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഏതായാലും എല്ലായിടത്തും ടൂറിസം വികസനത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന നമ്മുടെ സർക്കാർ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് അവരുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്.